കേരള സാഹിത്യ അക്കാദമിയെ രൂക്ഷമായി വിമർശിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ നൽകിയ യാത്രാപ്പടിയെ ചൊല്ലിയാണ് വിവാദം. ചുള്ളിക്കാടിനുണ്ടായ മോശം അനുഭവത്തിൽ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ആദ്യം ഖേദം പ്രകടിപ്പിച്ചു. പിന്നീട് FB പോസ്റ്റിലൂടെ നിലപാട് മാറ്റി. വിവാദമായപ്പോൾ പോസ്റ്റ് പിൻവലിച്ചു. ഇതിനിടെ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ചുള്ളിക്കാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഓഫീസിന് സംഭവിച്ച പിഴവാണെന്ന വിശദീകരണവുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തി. കേരള ജനത തനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും തനിക്ക് മനസ്സിലായെന്ന് തുടങ്ങുന്ന കുറിപ്പിൽ അവസാനം വരെ രൂക്ഷ വിമർശനമുയർത്തുന്നു. അക്കാദമി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിൽ കുമാരനാശൻ കവിതയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തിയിരുന്നു. കൃത്യസമയത്തെത്തുകയും 2 മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു. 5 വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി തയ്യാറാക്കിയ പ്രഭാഷണമായിരുന്നു നടത്തിയതെന്ന് ചുള്ളിക്കാട് പറയുന്നു. പ്രതിഫലമായി തനിക്ക് നൽകിയത് 2400 രൂപയാണെന്നും ചിലവ് 3500 രൂപയായെന്നും ചുള്ളിക്കാട് വ്യക്തമാക്കുന്നു. ബാക്കി 1100 രൂപ നൽകിയത് സീരിയലിൽ അഭിനയിച്ചു താൻ നേടിയ പണത്തിൽ നിന്നാണെന്നും ചുള്ളിക്കാട് വിമർശിക്കുന്നു. സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ മന്ത്രിമാരിൽ നിന്നും കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ വന്നിട്ടില്ലെന്നും ഇനിയൊരിക്കലും വരില്ലെന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. മിമിക്രിക്കും പാട്ടിനും ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോൾ സാഹിത്യകാരനിടുന്ന വിലയിലാണ് ചുള്ളിക്കാടിന്റെ വിമർശനം. നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ തന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ചുള്ളിക്കാടിന്റെ വിമർശനം കേവലം യാത്രാപഥയിലല്ല, മറിച്ച് രൂക്ഷമായ രാഷ്ട്രീയ വിമർശനമാണ് ഉയർത്തുന്നത്. അതേസമയം അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ ആദ്യം ഖേദപ്രകടനം നടത്തി. എനിക്ക് വലിയ ഖേദമുണ്ട്, എനിക്ക് തോന്നുന്നത് സെക്രട്ടറിയും ഖേദമുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല, ഇത് ഓഫീസിൽ നിന്നുണ്ടായ ഒരു കാര്യമാണ്. അത് പരിഹരിക്കാനുള്ള നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാലചന്ദ്രനുണ്ടായ വിഷമത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. പിന്നീട് മണിക്കൂറുകൾക്കകം FB പോസ്റ്റിലൂടെ ചുള്ളിക്കാടിനെ വിമർശിച്ച് സച്ചിദാനന്ദൻ രംഗത്തെത്തി. ആർക്കെങ്കിലും യാത്രാപ്പടിയെക്കുറിച്ച് പരാതികളുണ്ടെങ്കിൽ അത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ശരിയായ വഴിയെന്നും നിലവിലുണ്ടായ വിവാദങ്ങൾ സാഹിത്യ ശത്രുക്കൾക്ക് ആയുധമായി കാണുന്നതിൽ വിഷമം തോന്നുന്നുവെന്നും സച്ചിദാനന്ദൻ കുറിച്ചു. പണം പ്രധാനമായ ഒരു സമൂഹത്തിന്റെ മൂല്യവ്യവസ്ഥയാണ് ഇതിനു പിറകിലെന്നും അദ്ദേഹം വിമർശിച്ചു. പോസ്റ്റ് വിവാദമായതോടെ സച്ചിദാനന്ദൻ പിൻവലിച്ചു. ഓഫീസിന് പറ്റിയ പിഴവെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. ചുള്ളിക്കാടിനെ വിളിച്ചുവെന്നും പൈസയുടെ വിഷയമല്ല, സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമൂഹ്യ പരിഗണന ലഭിക്കുന്നില്ല എന്ന ആശയമാണ് പങ്കുവച്ചതെന്നും മന്ത്രി പറയുന്നു. ഇത് പൈസയുടെ വിഷയമല്ല, അത് എന്നോട് പറഞ്ഞത് സാഹിത്യകാരന്മാർക്ക് വേണ്ടത്ര ഒരു ബഹുമാനം മറ്റുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നലിൽ നിന്നാണ് അദ്ദേഹം ഇട്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ കാര്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.